തീവ്രമായി ആഗ്രഹിക്കുകയും തീവ്രമായി വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ ആഗ്രഹം നമുക്ക് സ്വന്തമാകാറുണ്ടോ? കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ കാട്ടിലെ അടുത്തടുത്തു നിന്ന 3 മരങ്ങൾക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ മരത്തിന് താൻ ഒരു സ്വർണപ്പെട്ടിയായി മാറണമെന്നും അതിൽ ധാരാളം രത്നങ്ങളും സ്വർണങ്ങളും സൂക്ഷിക്കണമെന്നും ആഗ്രഹിച്ചു. രണ്ടാമത്തെ മരത്തിന് താൻ വലിയ സാഹസിക യാത്രകൾ നടത്തുന്ന വഞ്ചിയാകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ മൂന്നാമത്തെ മരം മറ്റ് 2 മരങ്ങളെക്കാൾ വലിയ ഉയരമുള്ളതായിരുന്നു. താൻ ഇനിയും വളരണം, മാനം മുട്ടേ വളരണം, എന്നിട്ട് ആകാശത്തുള്ള ദൈവത്തെ നേരിട്ട് കാണണം. മൂന്നാമത്തെ മരത്തിന്റെ സ്വപ്നം പറഞ്ഞപ്പോൾ മറ്റു 2 പേരും കളിയാക്കി ചിരിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ മരം മുറിക്കാൻ ആളുകളെത്തി. ആദ്യത്തെ മരത്തെ നോക്കിയപ്പോൾ അത് വളരെ വിലപിടിപ്പുള്ള മരമാണെന്നും മനോഹരമായ ആഭരണപ്പെട്ടികൾ ഉണ്ടാക്കാൻ ഇവ നല്ലതാണെന്നും മരം വെട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ഒന്നാമത്തെ മരം സന്തോഷിച്ചു. രണ്ടാമത്തെ മരത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് വളരെ ഉറപ്പുള്ള മരമാണ്, ഇതിനെ കപ്പലുണ്ടാക്കാൻ ഉപയോഗിക്കാം. രണ്ടാമത്തെ മരത്തിനും സന്തോഷമായി. മൂന്നാമത്തെ മരത്തെ വെട്ടിയെങ്കിലും അവർ അതിനെ ഗോഡൌണിലേക്ക് മാറ്റി സൂക്ഷിച്ചു വെച്ചു. തന്റെ 2 സുഹൃത്തുക്കൾക്കും അവർ ആഗ്രഹിച്ച പോലെ രൂപമാറ്റം സംഭവിച്ചു. തനിക്ക് മാത്രം ഈ പൊടിപിടിച്ച ഗോഡൌണിൽ കിടക്കാനാണ് വിധി. എങ്കിലും മരം തന്റെ ആഗ്രഹത്തെ വിട്ടുകളയാതെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു പുതിയ പള്ളി വന്നു. ആ പള്ളിയിലേക്ക് കുരിശു നിർമ്മിക്കാൻ ഉയരമുള്ള ഒറ്റമരത്തെ അന്വേഷിച്ച് ആളുകൾ വന്നു. ആ അന്വേഷണം മൂന്നാമത്തെ മരത്തിൽ വന്നു നിന്നു. അങ്ങനെ ദൈവത്തിനെ കാണുവാൻ മാത്രമല്ല, ദൈവത്തിനെ എപ്പോഴും ചേർത്തു നിർത്തുന്ന ഒന്നായി ആ മരം മാറി. വിശ്വാസം കൈവിടാതിരുന്നാൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ആഗ്രഹം തീവ്രമാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ശുഭദിനം.